എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനക ജലജേനെ ഇട്ട് അങ്ങ് വട്ടം കറക്കുവാണ്. ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്. പക്ഷേ നിവൃത്തിയില്ലാതെ നിന്ന് ചെയ്യുവാണ്. അന്നേരം ഇങ്ങനെയൊന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജലജ പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നിനക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതെ നിങ്ങൾ എൻ്റെ മോൾക്കുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് പറയുമ്പോൾ, അതൊക്കെ നിൻ്റെ പണിയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ, ഊവേ അവിടെ അനന്തപുരിയിൽ നിങ്ങളും അതുപോലെ ആ അനാമികയൊക്കെ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്ന് പറയുവാണ്. എന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ജലജ, നിൻ്റെ ഈ സംസാരത്തിന് ഇത് ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോകുക ചെയ്യേണ്ടതെന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള എന്തോ സൂത്രപ്പണി എൻ്റെ മോളുടെ കയ്യിലുണ്ട്, അവൾ എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു എന്നിങ്ങനെ പറയുവാണ്. വേറെ നിവൃത്തിയില്ല, അവിടെ നിന്നിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ജലജ. ദേഷ്യം വരുന്നുണ്ട്. അതിനിടയ്ക്ക് കനകയുടെ സംസാരം സഹിക്കാനും പറ്റുന്നില്ല. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നവ്യയുടെ റൂമിലേക്ക് വരുവാണ്. നവ്യ ഇത് പ്രതീക്ഷിച്ചിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. റൂമിലേക്ക് ജലജ വരുന്നത് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ആയിട്ടാണ്. അന്നേരം നവ്യ ചോദിക്കും, ഈ ഉണ്ണിയപ്പം എവിടുന്ന, ബേക്കറിയിൽ നിന്ന് മേടിച്ചിട്ട് ചൂടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് അങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല, നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിൻ്റെ അമ്മയോട് ചോദിച്ചു നോക്കുക എന്ന് പറയും. എന്നിട്ട് നീ കഴിക്കുന്നുണ്ടോ എന്നാൽ കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം പറയും, അയ്യോ എനിക്കിപ്പം ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നില്ല, അന്നേരം ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജലജയ്ക്ക് ദേഷ്യമാണ്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ചുമ്മാ നാണം കെടുത്തരുത് കേട്ടോ, നീ പിന്നെ എന്നത്തിനടി ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അന്നേരം എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നി, പക്ഷേ ഇപ്പം എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, പിന്നെ നിനക്കിപ്പോൾ എന്നതാ കഴിക്കാൻ തോന്നുന്നേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുക. അന്നേരം പറയുവാണ്, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, എൻ്റെ കാലിന് ഭയങ്കര വേദന എടുക്കുക, അതൊന്ന് തടവി തന്നാൽ മതി എന്ന് പറയും. അന്നേരം ജലജ, നടന്നതുവാ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് നിൻ്റെ വേലക്കാരിയാക്കാനാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, പറ്റിയില്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഞാൻ മുത്തശ്ശനെ അറിയിക്കും, നിങ്ങളുടെ ചരിത്രമല്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അച്ഛനറിയാത്ത ചരിത്രമൊന്നും എനിക്കില്ല എന്ന്. അന്നേരം നവ്യ പറയും, അച്ഛന് മോഷണം നടത്തിയ കാര്യമൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് പഠിപ്പിച്ചു കൊടുത്തേക്കാം, കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറയുമ്പം ജലജയ്ക്ക് വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാവുന്നു. അന്നേരം ജലജ, ആയിക്കോട്ടെ കയറിയിരിക്കുക, നിൻ്റെ എവിടെയാണ് തിരുമ്മി തരേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തിരുമ്മി തരാമെന്ന് പറയും. അന്നേരം നവ്യ, എനിക്ക് ഉണ്ണിയപ്പം കളയണ്ടെങ്കിൽ അന്നേരം അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയും. എന്നിട്ട് ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് കാലൊക്കെ നീട്ടിയിരിക്കുവാണ് നവ്യ. കാല് തടവി കൊടുത്തുകൊണ്ട് ഇരിപ്പുണ്ട് ജലജ. ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കനകയെപ്പോലെ തന്നെ നവ്യയുടെ ഈ ചൊറിഞ്ഞ സംസാരം. ഏതായാലും അത്രയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അങ്ങോട്ട് അഭി വരുന്നത്. അന്നേരം ദേഷ്യപ്പെട്ട് ജലജ പറയുന്നുണ്ട്, അങ്ങ് വീട്ടിലിരുന്നതാണ് ഞാൻ, അവിടെ നിന്ന് എന്നെ വിളിച്ചു വരുത്തി ഇവൾക്ക് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട്, അതും പോരാഞ്ഞിട്ട് ഞാനിപ്പോൾ അവളുടെ കാല് തടവിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അഭിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അഭി അത് പുറത്ത് കാണിക്കാതെ പറയുവാണ്, ആ 7ാം മാസമല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്, അമ്മ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുക, അവൾക്കൊരു സന്തോഷമല്ലേ എന്ന് ചോദിക്കും. അന്നേരം അതേടാ, നീ അതിന് സൈഡ് പിടിക്കുമെന്ന് എനിക്കറിയാം, നിനക്ക് നിൻ്റെ അമ്മയെ വേലക്കാരിയാക്കിയാൽ മതിയല്ലോ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആളെ പൈസ കൊടുത്ത് നിർത്തി കൊടുക്കും നിൻ്റെ ഭാര്യയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം നവ്യയോട് പറയാം, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ കൊണ്ടൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയാണ്. അന്നേരം ജലജ പറയും, ആഹാ അങ്ങനെയാണോ, എങ്കിൽ നീ കൊണ്ടൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. നവ്യ അങ്ങ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സൗകര്യം ഉണ്ടല്ലോ എന്നോർത്താ. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം അങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന്. അന്നേരം അഭി ചോദിക്കും, നീ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ജലജ, നീ പൊയ്ക്കോ, ആ കൂടെ എനിക്കും പോകാമല്ലോ എന്ന് പറയും. അന്നേരം നവ്യ, അങ്ങനെ നിങ്ങൾ പോയാൽ ശരിയാകില്ല, നിങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല നവ്യ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ ബാത്റൂം ഒന്ന് കഴുകിയിട്ടാൽ മതി എന്ന് പറയും. അന്നേരം അബിക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമം, അബി അത്രയും അമ്മയെ ബുദ്ധിമുട്ടിക്കണോ നവ്യ എന്ന് ചോദിക്കുമ്പോൾ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും അല്ലെന്നേ, അമ്മ ചെയ്തോളൂ എന്ന് പറയും. അന്നേരം ജലജ, അത് ചെയ്തിട്ട് എനിക്ക് പോകാമല്ലോ എന്ന് തിരിച്ചു ചോദിക്കും. അന്നേരം ചെയ്തിട്ട് നിങ്ങൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് നവ്യ അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട്, കണ്ടോ അവളുടെ അഹങ്കാരം, എന്നെ അവിടുന്ന് വിളിച്ചു വരുത്തി ഉണ്ണിയപ്പം തിന്നണമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്കത് വേണ്ട, ദേ വെച്ചേക്കുന്നു, അവൾ പുറത്ത് പോയി മൃഷ്ടാനം കഴിക്കാൻ പോകാമെന്ന്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ഉണ്ണിയപ്പമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അതെടുത്തുകൊണ്ട് അടുക്കള വെക്കുക എന്ന് പറഞ്ഞിട്ട് അഭി പുറത്തേക്ക് പോകട്ടോ. ദേഷ്യം വന്ന് നിൽക്കുവാണ് ജലജ. ഈ സമയം ഗോവിന്ദന് ഉണ്ണിയപ്പം കൊണ്ട് കൊടുക്കും കനക. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പറഞ്ഞത് നേരെ, ഇവർക്ക് നന്നായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചു നോക്കുക ഗോവിന്ദേട്ടാന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ കഴിച്ചിട്ട് ഗോവിന്ദനും പറയും, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അന്നേരമാണ് അങ്ങോട്ടേക്ക് അഭിയും നവ്യയും വരുന്നത്. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോള് നെയ്യപ്പം കഴിച്ചില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കഴിച്ചോ, ഞാൻ പോയിട്ട് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, എപ്പോഴും അവൾ ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കറങ്ങുമല്ലേ, ഒന്ന് പുറത്തൊക്കെ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയും. എന്നിട്ട് അവരങ്ങ് പോവുക കേട്ടോ.
പോയി കഴിയുമ്പോഴേക്കും പുറകെ ജലജയും വരും പോവാന്ന് പറഞ്ഞു. അന്നേരം കനക, അയ്യോ നിങ്ങൾ പോയാലെങ്ങനെയാണ്, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പണിയും കൂടി ഉണ്ട്, അവിടെ അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എല്ലാം വൃത്തികേടായി കിടക്കും, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ, നീ ഇത് എന്നതാ പറയുന്നത്, ഞാൻ ഇവിടുത്തെ വേലക്കാരി വല്ലതും ആണോ, നിൻ്റെ മോള് പറഞ്ഞു അവളുടെ റൂമും ബാത്റൂമും ഒക്കെ വൃത്തിയാക്കിയിരുന്നത്, ഇപ്പം ഞാൻ അടുക്കളയും കൂടി വൃത്തിയാക്കിയിരുന്നോ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, പറ്റിയില്ലെങ്കിൽ മോള് വരുമ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൾ ചെയ്തോളും എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് ജലജ അടുക്കളയിലേക്ക് പോകട്ടോ. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കനകയോട്, നീ എന്തിനാ അവരെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ നിൽക്കുന്നത്, അവർ പൊയ്ക്കോളിയല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, അവരെ അതുപോലത്തെ ഒരു സ്ത്രീയാണ്, അവരിത്തിരി കഷ്ടപ്പെടട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കനകയും പുറകെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. കനക അടുക്കളയിലേക്ക് ചെല്ലുമ്പം അവിടെ തേങ്ങ ചിരണ്ടിയതും ഒക്കെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് വീണ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജലജ. അന്നേരം ജലജേനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കനക. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ എൻ്റെ നവ്യമോൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല, അവൾക്ക് ഇത്തിരി വൃത്തി കൂടുതലാന്ന് പറയുമ്പോൾ, അവൾക്ക് എന്നാത്തിനാണ് വൃത്തിയുള്ളത്, അവളുടെ അനിയത്തിയുടെ കാര്യം പറയുവാണെങ്കിൽ ശരിയാണ്, അവൾക്ക് ഇത്തിരി വൃത്തിയും പിടിപ്പൊക്കെ ഉണ്ട്, ഇവൾക്ക് ഈ ഒരുങ്ങി നടക്കാനും ഇങ്ങനെ തിന്നാനും അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. ഏതായാലും ദേഷ്യം വരുന്നുണ്ട് എങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജലജ ആ പണിയും നല്ല വൃത്തിയായിട്ട് ചെയ്തു തീർക്കുന്നു. ഈ സമയം നമ്മുടെ അഭിയും നവ്യയും കൂടെ പാർക്കിലേക്കായിരുന്നു പോയത്. അഭിയുടെ മടിയിൽ കിടക്കുക കേട്ടോ നവ്യ. അന്നേരം നവ്യ പറയുന്നുണ്ട്, പണ്ട് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്തായിരുന്നു, ആ സ്നേഹം നീ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്, ഇത് എന്നും കാണുമോടാ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്, നിന്നെ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം, ഈ സ്നേഹം എന്നും നിലനിന്നാൽ മതിയായിരുന്നു, നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പം അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുമാണ്, അവർക്ക് എന്ത് ആശ്വാസമായെന്നറിയാമോ, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായി ഈ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഇങ്ങനെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എന്നും നിന്നെ ഞാൻ ഇങ്ങനെ തന്നെ സ്നേഹിക്കും, ഇപ്പം ഞാൻ യോഗയ്ക്കും മെഡിറ്റേഷനും ഒക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം നബി പറയുന്നുണ്ട്, ശരിയാണ്, നിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം കുറച്ച് നേരം സംസാരിച്ചിട്ട് രണ്ടുപേരോട് ഇങ്ങനെ എഴുന്നേറ്റ് പോരും കേട്ടോ. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് നീ കഴിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ നിനക്ക് വിശക്കൊന്നുണ്ടാവില്ലേ, ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാം, ഹോട്ടൽ ഫുഡൊക്കെ നിനക്ക് ഒത്തിരി ഇഷ്ടമുള്ളതല്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതൊക്കെ പണ്ട്, ഇപ്പം അങ്ങനെ ഓർക്കാറില്ല, കാരണം എന്നേക്കാളേറെ ഇത് ബാധിക്കുന്നത് എൻ്റെ കുഞ്ഞിനെയാണ് എന്നെനിക്കറിയാം, അതുകൊണ്ട് മായം ചേർന്ന ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ അഭി, ആഹാ എൻ്റെ ഭാര്യയെ പുരോഗമിച്ചല്ലോ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറി, അപ്പം ഞാനും അതിനൊപ്പം പുരോഗമിക്കണ്ടേ, അതുകൊണ്ടായെന്ന് പറയും. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് രണ്ടുപേരോട് ഇങ്ങ് പോരുവാട്ടോ. അതിനിടയ്ക്ക് സ്നേഹപരിലാളനങ്ങളും ഉണ്ട്, ഇടയ്ക്കൊന്ന് ചേർത്ത് പിടിക്കുകയോ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അഭി. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓട്ടോയിൽ വരുമായിരുന്ന അനഘ കാണുവാണ്. അനഘയ്ക്ക് ആകെ സങ്കടമാവും. അനഘ ഓട്ടോ നിർത്തി ഇറങ്ങും, എന്നിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഈശ്വര, ഇവൻ്റെ ആ പഴയ പരിപാടി ഇതുവരെ നിർത്തിയില്ലേ, ആ കുട്ടി എന്നെപ്പോലെ ചതിക്കപ്പെട്ടതാണോ ഭഗവാനെ, ആ കുട്ടി ഗർഭിണിയാണല്ലോ, ഇനിയിപ്പം ഈ കുട്ടി അവൻ്റെ ഭാര്യയാണോ, ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നേക്കും ടെൻഷൻ കാരണം പെട്ടെന്ന് അനഘയ്ക്ക് തലകറക്കം വരും. അന്നേരം ഓട്ടോക്കാരനോട് പറയും, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വണ്ടി വിടാവോ എന്ന് ചോദിക്കും. അങ്ങനെ അനഘ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്കാനിങ് ഒക്കെ നടത്തിയെന്ന് തോന്നുന്നു, അതെല്ലാം എടുത്ത് നോക്കുവാണ് ഡോക്ടർ. അന്നേരം ഡോക്ടർ മുഖം ഇങ്ങനെ മങ്ങിയിരിക്കുക. അന്നേരം അനഘ ചോദിക്കുന്നുണ്ട്, ഇനി ഒരുപാട് ദിവസമൊന്നും ഇല്ല അല്ലേ ഡോക്ടറെ, അതുകൊണ്ടാണോ മുഖത്തൊരു വിഷമം എന്ന് ചോദിക്കുമ്പം, എന്തിനാ അനഘ ഇങ്ങനെ തനിച്ചൊക്കെ പുറത്ത് പോകുന്നത്, അങ്ങനെയൊന്നും പോകരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പരസഹായം ഇല്ലാതെ പുറത്തേക്ക് പോകരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പം അനഘ പറയുന്നുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ഇപ്പം ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല, കൂട്ട് വേണ്ടത് എൻ്റെ മകൾക്കാണ്, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വേണമെങ്കിൽ നമുക്കിങ്ങനെ കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് ഏറ്റെടുക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, അവരുമായിട്ട് ബന്ധപ്പെടാൻ വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ മകളെ അവളുടെ അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ എന്ന് പറയും. ഡോക്ടർ പറയുന്നുണ്ട്, പ്രഷറൊക്കെ ഇപ്പോൾ ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ടാണ് തലകറക്കമൊക്കെ വന്നത് എന്ന് പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, പക്ഷേ ഇന്ന് കാണാൻ പാടില്ലാത്ത കുറച്ച് കാഴ്ചകൾ കണ്ടു, അതുകൊണ്ടാണ് പ്രഷറൊക്കെ കൂടിയത്, എന്ത് സംഭവിച്ചാലും ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ മകളെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുമ്പം വീട്ടിലാണെന്ന് തോന്നുന്നു മോളിങ്ങനെ ഓടി വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.